ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. ഞാനൊരു ദിവസം വീട്ടിൽ കയറി ചെന്നപ്പോഴേ ഹിഷാമും അവൻ്റെ നമ്മൾ രണ്ടാമത്തെ കുട്ടിയെ ഉമ്മയും തമ്മിൽ ഒരു ഭയങ്കര യുദ്ധം നടക്കുന്നുണ്ട്. പരീക്ഷയാണ് അടുത്ത ആഴ്ച. ഇവൻ പഠിക്കണില്ല, വെറുതെ ഒയപ്പി നടക്കുക. അപ്പോൾ ഇങ്ങനെ അങ്ങനെ 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 നുള്ളുന്നുണ്ട്. എന്നോട് ഞാൻ പഠിക്കാനല്ല പറഞ്ഞു തന്നിട്ട് ഓനാണെങ്കിൽ ഈ പഠിച്ചവും കൂടി മറന്നു. ആകെ കഴുത്തൊക്കെ വീർപ്പിച്ച് കണ്ണൊക്കെ ചോപ്പിച്ച് ഇങ്ങനെ പേടിച്ചിരിക്കണുണ്ട് ഉമ്മാൻ്റെ മുമ്പിൽ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ ഒരു ഹിഷാമിൻ്റെ പ്രശ്നം മാത്രമല്ല, ഒരുപാട് നിങ്ങളൊക്കെ വീട്ടിലുണ്ടാവും ഇങ്ങനത്തെ ഒരു ഹിഷാം. എന്താ വെച്ചാൽ അമ്മമാർക്ക് കുട്ടികൾ പഠിച്ച് മിടുക്കരായി ഉഷാറായി നല്ല മാർക്ക് വാങ്ങി നല്ല ഭാവി ഉണ്ടാക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അവരുടെ അമ്മയായിപ്പോയി, നമ്മൾ ടീച്ചറല്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ അച്ഛനായിപ്പോയി. അപ്പോൾ നമ്മളെ അധികാരം നമ്മൾ ഉപയോഗിക്കും. അത് വഴക്കാവാം, അടിയാവാം, എന്തും ആവാം. ഈവൻ നമ്മൾ പലപ്പോഴും പീഡനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഈ വിഷയത്തിൽ. അപ്പോൾ ആ കുട്ടിയിലുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, എനിക്ക് കഴിയും, അല്ലെങ്കിൽ അവൻ ഇതുവരെ പഠിച്ചത് മറക്കുകയും ചെയ്യും, അവനെ കൊണ്ട് ഒന്നിനും പറ്റൂല എന്നുള്ളൊരു തോന്നൽ, ഉള്ള ബുദ്ധിയും ഉള്ള പഠനവും ഉള്ള സ്മാർട്ട്നെസ്സും പോകും. ഇനി അവന് വേറെ എന്തെങ്കിലും കഴിവ്, പാട്ടോ പ്രസംഗമോ വേറെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഈ ഒരു അടികൊണ്ടും വഴക്കൊണ്ടും അതും പോയി കിട്ടും. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കുട്ടി ഒന്നിനും പറ്റാതാവും. അപ്പോൾ നമ്മൾ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ, അധികാരമുള്ള ആളുകൾ കുട്ടികളെ പഠിപ്പിക്കരുത്. അത് ടീച്ചർ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുക, പിന്നെ അവൻ വന്നിട്ട് സ്വയം പഠിക്കുക. നമുക്ക് അവരെ ഇൻസ്പയർ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, എന്നൊക്കെ ചെയ്യുക. അവൻ പഠിച്ചത് കേൾക്കുക, അവൻ അപ്രിഷ്യേറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. പക്ഷെ നമ്മൾ പഠിപ്പിക്കണ്ട. എല്ലാ വീട്ടിലും, നിങ്ങളെ വീട്ടിലുണ്ടാകും അങ്ങനത്തെ ഒരു ഹിഷാം. എല്ലാ വീട്ടിലും അങ്ങനത്തെ ഹിഷാമുമാർക്കായി ഈ വീഡിയോ സബ്മിറ്റ് ചെയ്യാണ്.